നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് കൺട്രോളിനെ കുറിച്ചിട്ടാണ്. അതുകൂടാതെ തന്നെ മൾട്ടി കറൻസി, ഇൻട്രസ്റ്റ് കാൽക്കുലേഷനൊക്കെ ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ ഫണ്ട് എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്ലാനാണ്. അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡിനകത്ത് വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകത്തിൻ്റെ ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിനാണ്. ഇപ്പോൾ നമുക്ക് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ബഡ്ജറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് പഠിക്കാം. ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലുള്ള ക്രിയേറ്റ് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് അക്കൗണ്ടിങ് മാസ്റ്റേഴ്സിൻ്റെ അണ്ടറിലാണ് ബഡ്ജറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ബഡ്ജറ്റ് കണ്ടില്ലെങ്കിൽ ഷോ മോറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ബഡ്ജറ്റ് പറഞ്ഞ ഓപ്ഷൻ വരുന്നതായിരിക്കും. ആ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ക്രിയേഷൻ പേജ്. ഇതിനകത്ത് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് ബഡ്ജറ്റിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ മന്തിലെ ബഡ്ജറ്റാണ് നോക്കേണ്ടതെങ്കിൽ അപ്പോൾ സെപ്റ്റംബർ മന്ത് ബഡ്ജറ്റ് വേണ്ടി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ സെപ്റ്റംബർ എക്സ്പെൻസ് എന്നിട്ട് കൊടുക്കുന്നുണ്ട്. ജനറേറ്റ് അടിക്കാം. അണ്ടർ പറയുന്നത് ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഏതെങ്കിലും ബഡ്ജറ്റിൻ്റെ അണ്ടറിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അണ്ടർ പറയുന്നത് പ്രൈമറി തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഏത് മന്ത് മുതൽ ഏത് മന്ത് വരെ അല്ലെങ്കിൽ ഏത് പീരീഡ് മുതൽ ഏത് പീരീഡ് വരെയാണ് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണം, ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ ഏപ്രിൽ മുതൽ മാർച്ച് വരെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വന്നിട്ട് ബഡ്ജറ്റ് ഗ്രൂപ്പ് വൈസ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ലെഡ്ജേഴ്സിന് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് സെൻറ്റർ വൈസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്രൂപ്പ് വൈസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ്സിൻ്റെ അണ്ടറിൽ യെസ് എന്ന് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ബഡ്ജറ്റാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഗ്രൂപ്പിൻ്റെ ബഡ്ജറ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ പേര് ഇവിടെ കൊടുക്കാം. ഞാൻ ഗ്രൂപ്പിൽ എക്സ്പെൻസ് എടുക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എടുക്കുന്നുണ്ട്. അതുപോലെ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് വന്നിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓൺ ക്ലോസിംഗ് ബാലൻസും ഓൺ നെറ്റ് ട്രാൻസാക്ഷൻസും. ഓൺ ക്ലോസിംഗ് ബാലൻസ് പറയുമ്പം പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവിടെ നെറ്റ് ട്രാൻസാക്ഷൻസ് എടുക്കുന്നില്ല. നെറ്റ് ട്രാൻസാക്ഷൻ പറയുമ്പോൾ ഓരോ ലെഡ്ജർ അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൻ്റെ ട്രാൻസാക്ഷൻ എമൗണ്ട് അല്ല അവിടെ എടുക്കുന്നത് ക്ലോസിംഗ് ബാലൻസ് മാത്രമാണ്. നെക്സ്റ്റ് എന്താണ് ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ. ഓൺ നെറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് കണക്കാക്കുന്നത്, ക്ലോസിംഗ് ബാലൻസുകളൊന്നും എടുക്കില്ല. ഇപ്പോൾ ഒരു ലെഡ്ജർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എടുക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന ഓരോന്നിൻ്റെയും ട്രാൻസാക്ഷൻ എമൗണ്ട് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ബാലൻസ് നമ്മൾ എടുക്കില്ല. അതായത് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഈ നെറ്റ് ട്രാൻസാക്ഷനകത്ത് കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഓൺ ക്ലോസിംഗ് ബാലൻസ് തന്നെയാണ് എടുക്കുക. അത് ഓൺ ക്ലോസിംഗ് ബാലൻസ് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്ര വരും എന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 50,000 ജസ്റ്റ് ഡീഫോൾട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ബഡ്ജറ്റ് ഇതിനണ്ടറിൽ കൊണ്ടുവരണമെങ്കിൽ അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ അടിച്ച് പോവാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ലെഡ്ജർ വൈസും ബഡ്ജറ്റ് ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഡ്ജേഴ്സ് പറയുന്നത് യെസ് ആക്കി കൊടുക്കാം. അപ്പോൾ ലെഡ്ജറിൻ്റെ ബഡ്ജറ്റ് പേജാണ് വരിക. അപ്പോൾ ഇതിനകത്ത് ഏത് ലെഡ്ജർ വൈസാണ് നമുക്ക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ലെഡ്ജർ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ എക്സ്പെൻസ് കൊടുത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വേണ്ടിയിട്ട് നമ്മൾ ഗ്രൂപ്പ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസുള്ള ലെഡ്ജർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ സാലറി വേണമെങ്കിൽ എടുക്കാം. സാലറി ഇതിനകത്തില്ല.
വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വേണം ഇവിടെ വരാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉള്ള ഏതെങ്കിലും ബഡ്ജറ്റ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ പർച്ചേസ് എടുക്കുന്നുണ്ട്. കോസ്റ്റ് സെൻറ്റർ ഇവിടെ കൊടുക്കുന്നില്ല. പിന്നെ ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് പറയുന്നത് ഓൺ ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെഡ്ജറിൻ്റെ ട്രാൻസാക്ഷൻ എമൗണ്ട് എത്ര വരും, അല്ലെങ്കിൽ ബാലൻസ് എമൗണ്ട് എത്ര വരും എന്നാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഓൺ ക്ലോസിംഗ് ബാലൻസ് എടുക്കുന്നതുകൊണ്ട് ട്രാൻസാക്ഷൻ എമൗണ്ട് എടുക്കാൻ പറ്റില്ല, ബാലൻസ് ആണ് എടുക്കേണ്ടത്. ഞാനിവിടെ പർച്ചേസ് ഒരു 25,000 കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. ഇനി നെക്സ്റ്റ് കോസ്റ്റ് സെൻറ്റർ വൈസ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോസ്റ്റ് സെൻറ്ററിൻ്റെ അടിയിൽ യെസ് എന്ന് കൊടുക്കും. നമ്മൾ പോകുന്നത് കോസ്റ്റ് സെൻറ്റർ ബഡ്ജറ്റിൻ്റെ സ്ക്രീനകത്താണ്. അപ്പോൾ ഇവിടെ ഏത് കോസ്റ്റ് സെൻറ്ററിൻ്റെ ബഡ്ജറ്റാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു കമ്പനിക്കകത്ത് ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര ബഡ്ജറ്റ് വരും കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ കോസ്റ്റ് സെൻറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് സെൻറ്ററിൻ്റെ അണ്ടറിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഞാനിവിടെ കോസ്റ്റ് സെൻറ്റർ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനിവിടെ കോസ്റ്റ് സെൻറ്ററിൻ്റെ അവിടെ നോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെപ്റ്റംബർ എക്സ്പെൻസ് പറഞ്ഞ ബഡ്ജറ്റ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ കോസ്റ്റ് സെൻറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോസ്റ്റ് സെൻറ്റർ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി കോസ്റ്റ് സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് അവിടെ കൊടുക്കാതിരുന്നത്. അപ്പോൾ നമുക്കൊരു കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാം. കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്നത്. എൻ്റർ അടിക്കുന്നു. അണ്ടർ പ്രൈമറി സെറ്റ് ചെയ്യുന്നു. യെസ്. ഓക്കെ. ഇനി നമുക്ക് ബഡ്ജറ്റ് എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ബഡ്ജറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെപ്റ്റംബർ എക്സ്പെൻസ് പറഞ്ഞ ബഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിയും. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ഗ്രൂപ്പ്സും ലെഡ്ജേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് സെൻറ്ററാണ് കൊടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ നോ കടന്നാൽ നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ കാര്യങ്ങളോട് കാണാൻ കഴിയും. ഇവിടെയും എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്തില്ല, എസ് കൊടുക്കുക. ഇവിടെ കോസ്റ്റ് സെൻറ്റർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോസ്റ്റ് സെൻറ്റർ എടുക്കാം. അതുപോലെ ഈ കോസ്റ്റ് സെൻറ്ററിൽ എത്ര എക്സ്പെൻസ്, എത്ര ഇൻകം വരുന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. ഞാനൊരു 50,000 എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്. എൻ്റർ അടിക്കാം. അതുപോലെ 75,000 ഇൻകം കൊടുക്കുന്നുണ്ട്. ക്ലോസിംഗ് ബാലൻസ് പറയുന്നത് നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്ത എമൗണ്ടാണ് കൊടുക്കുന്നത്. 25,000 കൊടുത്തു. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓൾട്ടർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ എക്സ്പെൻസ് പറഞ്ഞ ഒരു ബഡ്ജറ്റ് ഓൾട്ടർ ചെയ്തു. ഇനി ഈ ഒരു ബഡ്ജറ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ താഴെ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റ് ഡിലീറ്റ് ആവുന്നതായിരിക്കും. ഈ ലിസ്റ്റിൽ നമുക്ക് ബഡ്ജറ്റ്സ് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ഓൾട്ടർ ചെയ്യുന്നതും അതുപോലെ ഡിലീറ്റ് ചെയ്യുന്നതും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് വേരിയൻസ് എന്താണെന്നാണ്. നമ്മളിപ്പോൾ ആക്ച്വൽ ട്രാൻസാക്ഷൻ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റും ഈ ആക്ച്വൽ ട്രാൻസാക്ഷനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ബഡ്ജറ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് ട്രയൽ ബാലൻസ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ബഡ്ജറ്റ് വേരിയൻസ് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് F10 ആണ്. ജസ്റ്റ് F10 പ്രസ് ചെയ്താലും മതി. ബഡ്ജറ്റ് വേരിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ബഡ്ജറ്റിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സെപ്റ്റംബർ എക്സ്പെൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാല്യൂസ് ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതിൻ്റെ വാല്യൂസ് കാണാത്തത്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസാക്ഷനൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ സെപ്റ്റംബർ എക്സ്പെൻസ് പറഞ്ഞ ബഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെബിറ്റും ക്രെഡിറ്റ് എമൗണ്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ക്ലോസിംഗ് ബാലൻസിൽ ആക്ച്വലിൽ വരുന്ന ക്ലോസിംഗ് ബാലൻസ് അവിടെ കാണിക്കും. പിന്നെ അത് തമ്മിലുള്ള ഡിഫറൻസ് ഇതിനകത്ത് കാണിക്കുന്നതായിരിക്കും. അതായത് ആക്ച്വലി 3 കോളം നമുക്കുണ്ടാവും. ഒന്നിൽ വന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ്,
ക്ലോസിംഗ് ബാലൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് വന്നിട്ട് ആ ഡീറ്റെയിൽസിനകത്ത് വരും. രണ്ടാമത്തെ കോളത്തിൽ വന്നിട്ട് നമ്മുടെ ആക്ച്വൽ ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരാം. ഈ കോളത്തിൽ വന്നിട്ട് മൂന്നാമത്തെ കോളത്തിൽ വന്നിട്ട് സെപ്റ്റംബർ എക്സ്പെൻസ് വേരിയൻസ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബഡ്ജറ്റും അതുപോലെ ആക്ച്വലും തമ്മിൽ കമ്പയർ ചെയ്ത് വരുന്ന വേരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ 1-2 ട്രാൻസാക്ഷൻ അടിച്ച് നോക്കിയിട്ട് ഈ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി കറൻസീസിനെ കുറിച്ചിട്ടാണ്. ഒരു ഓർഗനൈസേഷന് ഇൻ്റർനാഷണൽ ട്രേഡിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ അവർ ഒന്നിൽ കൂടുതൽ കറൻസി സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ടാലിക്കകത്ത് നമുക്ക് മൾട്ടി കറൻസി ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബേസ് കറൻസി വന്നിട്ട് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ റുപ്പീസാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ നമുക്ക് ഡോളർ, മറ്റേ വേറെ യെൻ, യൂറോ അതൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ മൾട്ടി കറൻസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് പഠിക്കാം. മൾട്ടി കറൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റിനകത്ത് കറൻസി വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് പറയുന്നുണ്ട് നമുക്ക് ഓൾറെഡി ഒരു ബേസ് കറൻസി ഉണ്ട്, അതായത് റുപ്പീസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതിയ കറൻസി ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ന്യൂ കൊടുക്കാം. ഇതിനകത്ത് നമ്മുടെ കറൻസീൻ്റെ സിമ്പിൾ എന്താണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ സിമ്പിളൊക്കെ വന്നിട്ട് നമ്മുടെ കീബോർഡിനകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആസ്കി കോഡാണ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഓൾട്ട് 156 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കറൻസി സിമ്പിൾ വരും. അതുപോലെ തന്നെ ഓൾട്ട് 0165 അടിച്ചു കഴിഞ്ഞാൽ വേറൊരു കറൻസീൻ്റെ സിമ്പിളാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഞാൻ ഓൾട്ട് 156 എന്ന് പ്രസ് ചെയ്തപ്പോൾ നമുക്ക് വന്നത് പൗണ്ടിൻ്റെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ഫോമൽ നെയിം കൊടുക്കാം. അപ്പോൾ ഞാൻ പൗണ്ട് എന്ന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ISO കറൻസി കോഡ് അറിയാമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് എത്രയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എമൗണ്ട് മില്യൺസിലേക്കാണെങ്കിൽ അത് യെസ് ആക്കി കൊടുക്കാം. അതുപോലെ സഫിക്സ് സിമ്പിൾ ടു എമൗണ്ട് എസ് ആണെങ്കിൽ എസ് ആക്കി കൊടുക്കാം. അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കാം. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൗണ്ട് പറഞ്ഞ കറൻസി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത കറൻസി എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഓൾട്ടറിൽ പോവാം, കറൻസി സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് റുപ്പീസും പൗണ്ട് പറഞ്ഞ 2 കറൻസി ഉണ്ട്. അപ്പോൾ ഇത് ഏതാണോ ഓൾട്ടർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് ഓൾട്ടറേഷനൊക്കെ കൊടുക്കാം. ഇവിടെ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കോളംസ് വരും. ഇതിനകത്ത് നമ്മുടെ ഈ പൗണ്ടിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റും അതുപോലെ സെല്ലിംഗ് റേറ്റും ബൈയിങ് റേറ്റൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഇതിന് നമ്മൾ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട അപ്ഡേഷനൊക്കെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾട്ടറേഷൻ നടക്കുന്നതായിരിക്കും. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു കറൻസി ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഡിലീറ്റ് ചെയ്യുന്നില്ല, നോ കൊടുക്കുന്നുണ്ട്. നമുക്ക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓരോ കറൻസിയിലും സെറ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ കൊടുക്കാം നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കാം. ചാർട്ട്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് കറൻസി സെലക്ട് ചെയ്തിട്ട് മൾട്ടി മാസ്റ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ കറൻസിൻ്റെയും സ്റ്റാൻഡേർഡ് റേറ്റ് അതുപോലെ സെല്ലിംഗ് റേറ്റ് ബൈയിങ് റേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒരെണ്ണം കാണുന്നുള്ളൂ, നമ്മുടെ ബേസ് കറൻസിനകത്ത് വരില്ല. നമ്മൾ പുതിയതായി കറൻസി ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഈ ലിസ്റ്റിൽ കാണുകയുള്ളൂ. അപ്പോൾ ആ ലിസ്റ്റിൻ്റെ ഓരോന്നും എടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റും സെല്ലിംഗ് റേറ്റും ബൈയിങ് റേറ്റൊക്കെ നമുക്ക് മൾട്ടിപ്ലൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓവർ ഡ്യൂ പേയ്മെൻറ്റ്, ലോൺസ്, ഡെപ്പോസിറ്റ് ഇതിൻ്റെയൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം കമ്പനി ഫീച്ചേഴ്സിൽ പോവാം. ഇപ്പോൾ F11 പ്രസ് ചെയ്യാം. ഇതിനകത്ത് എനേബിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് എസ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു
കമ്പനി ഫീച്ചറിൻ്റെ പേജ് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് പാർട്ടിൻ്റെയിൽ നിന്നാണോ ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നത് ആ പാർട്ടിൻ്റെ ലെഡ്ജറിനകത്തും ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൾട്ടർ എടുക്കാം, ലെഡ്ജർ സെലക്ട് ചെയ്യാം, പിന്നെ അത് നമ്മൾ ഏതെങ്കിലും പാർട്ടീനെ എടുക്കാം. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ജസ്റ്റ് യെസ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് ട്രാൻസാക്ഷൻ ഡേറ്റ് ഫോർ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ അത് ആ രണ്ട് ഇതും യെസ് ആക്കി കൊടുക്കാം. അതുപോലെ ഫോർ എമൗണ്ട്സ് യെസ് ആക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ എത്ര ഇൻട്രസ്റ്റ് റേറ്റ് ആണോ എടുക്കുന്നുണ്ട് അതിൻ്റെ വാല്യൂ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 5% ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ ഇവിടെ 5 എന്ന് കൊടുക്കാം, എൻ്റർ കൊടുക്കാം. ഇനി ഒരു മാസത്തിനാണോ അല്ലെങ്കിൽ ഒരു വർഷത്തിനാണോ അല്ലെങ്കിൽ ഒരു കലണ്ടർ ഇയറിനാണോ കലണ്ടർ മന്തിനാണെന്നോ ഇവിടെ ഒരു ഓപ്ഷൻ വരും. നമ്മൾ ഒരു മാസത്തിനാണ് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഒരു മാസം സെലക്ട് ചെയ്യാം, 30 days. പിന്നെ ചോദിക്കുന്നത് നമ്മൾ എല്ലാ ബാലൻസിൻ്റെയും ഒരു 5% ഇൻട്രസ്റ്റ് ആണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസിൻ്റെ മാത്രം അല്ലെങ്കിൽ ഡെബിറ്റ് ബാലൻസിൻ്റെ മാത്രമാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓൾ ബാലൻസ് കൊടുത്തിട്ട് അതൊന്ന് സേവ് ചെയ്യാം. കൊടുത്തിട്ട് ഈ ലെഡ്ജർ ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ABC പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 5% ഫോർ 1 month നമ്മൾ സെറ്റ് ചെയ്യുന്നത്. എൻ്റർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഒരു പാർട്ടി ലെഡ്ജറിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.